വളരെ വർഷങ്ങളായി സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് നടനും സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ ഗിന്നസ് പക്രുവെന്ന അജയ് കുമാറിനെ മലയാളികൾ സ്നേഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ സിനിമാ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. പാചക പരീക്ഷണങ്ങൾ, വീട്ടുവിശേഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്ലോഗുകളാണ് ഗായത്രി പങ്കുവെക്കാറുള്ളത്. ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് താരപത്നി. ഗിന്നസ് പക്രുവുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളാനുള്ള കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഗായത്രി സംസാരിച്ചു തുടങ്ങിയത്. പല ഇന്റർവ്യൂസിലും ചേട്ടൻ പറഞ്ഞത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഞങ്ങളുടേത് പ്രണയ വിവാഹമാണോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് ഞാൻ റിസൾട്ടിന് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടന്റെ അമ്മയുടെ സുഹൃത്ത് വഴി ഈ ആലോചന വരുന്നത്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ കുടുംബം എന്നെ കാണാൻ വന്നു. അവർ വന്ന് സംസാരിച്ച ശേഷമാണ് ചേട്ടൻ എന്നെ കാണാൻ വന്നത്. ചേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്നോ പ്രോഗ്രാം ചെയ്യാറുണ്ടെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളും ഞാൻ കണ്ടിരുന്നില്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അത്രയും. അദ്ദേഹത്തിന്റെ നെഗറ്റീവ്സ് മാത്രമാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഈ വിവാഹം നടന്നാൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരുമിച്ച് സിനിമ കാണാൻ പറ്റിയെന്ന് വരില്ല, ബൈക്കിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, കുട്ടി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് എന്ന് തുടങ്ങി ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്നും പറഞ്ഞു. പക്ഷേ എല്ലാം കേട്ടതിന് ശേഷവും ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെയാണ് വിവാഹം നടന്നത്. ഞാൻ പഠിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ റിസൾട്ട് വന്നത് എന്റെ കല്യാണത്തിന് ശേഷമാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയത് ഞങ്ങൾ ഒരുമിച്ചാണ്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 19 വയസ്സായിരുന്നു പ്രായം. ചേട്ടനൊപ്പം അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വന്ന ശേഷം ചേട്ടൻ പറഞ്ഞ നെഗറ്റീവുകൾ ഒന്നുമല്ലെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നോർമലായ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എങ്ങനെയാണോ ഇഷ്ടമാകുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും ചേട്ടനെ ഇഷ്ടമായത്.